നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമന്നാരായണീയം 31-ാമത്തെ ദശകത്തിലെ 4 ശ്ലോകം നമ്മൾ പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം തൊട്ട് പറയണു. വാമനാവതാര ചരിതമാണ് പറയണത്. അഷ്ടമസ്കന്ധത്തിൽ ബലിയെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ലീല. വൈവസ്വത മന്വന്തരം, ഇപ്പോഴത്തെ മന്വന്തരം, അതിൽ അംശാവതാരം ഈ വാമനമൂർത്തിയാണ്. വാമനൻ ത്രിവിക്രമനായിട്ട് ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അളക്കുന്നതായിട്ടുള്ള രംഗം. അതേപോലെ ബ്രഹ്മാവ് ഭഗവാന്റെ പാദം കഴുകിയിട്ട് ആ തീർത്ഥം, പാദതീർത്ഥം, ഗംഗാജലം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കണം. പാദതീർത്ഥം, പാദധൂളി, പാദഭക്തന്മാരെ നമസ്കരിക്കൽ, ഇത് മൂന്നും നമുക്ക് ഭഗവത് പ്രാപ്തിക്ക് കാരണമായി തീരും. ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുക, ഇത് മാത്രമേ വേണ്ടൂ. പാദധൂളി, പാദതീർത്ഥം, പാദഭക്തന്മാരെ നമസ്കരിക്കുക. നമ്മൾ ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിക്കുക. ഈ സംസാരം കിടക്കാനുള്ള തോണിയായിട്ട് അതിനെ കണക്കാക്കുക. അതിന് ഭഗവാൻ നമ്മെ ഈ കഥ കേൾക്കുമ്പോൾ ആ ഒരു ഭാവത്തിൽ നമ്മെ ഉയർത്തുമാറാകട്ടെ. ഓം. ദശകം 31, ശ്ലോകം 5. ഓം യാജത്യേവം യതി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ വിന്ധ്യാവല്യ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയ പൂർവം. സഹ ഭഗവാൻ ഏവം യതി യാചതി സഹ അഹം പൂർണ്ണകാമഃ അസ്മി ദാസ്യാമി ഏവ ഇതി സ്ഥിരം വദൻ സഹ ദൈത്യഃ കാവ്യശബ്ദഃ അപി നിജദൈതയാ വിന്ധ്യാവല്യ ദത്തപാദ്യായ തുഭ്യം തോയപൂർവം സകലം അഭി പ്രാർപ്പയത് ചിത്രം ചിത്രം. ഇത് അന്വയം. സഹ ആ ബലി, ഈ ഭഗവാൻ തന്നെയാണ്, വിഷ്ണുവായിട്ട് വന്നിരിക്കുകയാണ്. വിഷ്ണു ഇവിടെ വേഷം മാറിയിട്ട് വന്നിരിക്കുകയാണ്. ദേവാനാം കാര്യസാധക, അങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് ഗുരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മഹാവിഷ്ണുവാണ് എന്നോട് യാചിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബലിക്ക് കൂടുതൽ മഹാവിഷ്ണുവിനോടുള്ള ഭക്തി കൂടി. അത് തന്നെയാണ് ആവശ്യം. ഭഗവാന്റെ ആവശ്യം അത് തന്നെയാണ്, ബലിയുടെ ആവശ്യം അത് തന്നെയാണ്, ശുക്രാചാര്യരുടെ ആവശ്യം അത് തന്നെയാണ്, ദേവാദികളുടെ ഒക്കെ ആവശ്യം ഇത് തന്നെയാണ്. അപ്പോഴാണ് ഈ സ്വർഗം ഇന്ദ്രാദികൾക്ക് മേടിച്ചു കൊടുക്കാൻ ഈ വിഷ്ണുവിന് സാധിക്കുള്ളൂ. യുദ്ധം കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അത് വലിയൊരു നേട്ടമായി ഈ ശാപം. ഉർവശി ശാപോപകാരം എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഈ ശുക്രാചാര്യരുടെ ശാപം വലിയ ഉപകാരമായി. സഹ ഭഗവാൻ ആ വിഷ്ണുദേവൻ ഏവം യതി യാചതി ഇങ്ങനെ ഇപ്രകാരത്തിൽ എന്നോട് യാചിക്കുകയാണ് എങ്കിൽ സഹ അഹം ആ ഞാൻ, അങ്ങനെയുള്ള, അതായത് ഭഗവാൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നില്ലേ, യാജ്ഞാചലം എന്ന ഇങ്ങനെ ഒന്ന് ഭഗവാന് ചെയ്യേണ്ടി വന്നില്ലേ, അത് സഹ അഹം പൂർണ്ണകാമഃ അസ്മി. അപ്പോൾ അങ്ങനെ എന്നോട് യാചിക്കുക എന്നത് ചെയ്തതുകൊണ്ട് ആ ഞാൻ പൂർണ്ണകാമനായിട്ട്, എനിക്കിനി ഒരു ആഗ്രഹമില്ല, ആഗ്രഹങ്ങൾ മുഴുവൻ പൂർണ്ണമായിട്ട് സാധിച്ചു എന്ന തോന്നലിൽ ഞാൻ എത്തിയിരിക്കുന്നു. ദാസ്യാമി ഏവ ഇതി സ്ഥിരം വദൻ സഹ ദൈത്യഃ, അങ്ങനെയുള്ള ആ ഭഗവാന് ഞാനിത് കൊടുക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ദാസ്യാമിയവ കൊടുക്കുക തന്നെ ചെയ്യും. ഇത് സ്ഥിരം വദൻ സഹ ദൈത്യഃ, ഇങ്ങനെ അചഞ്ചലമായിട്ട് പറയുന്നതായിട്ടുള്ള അസുരൻ കാവ്യശബ്ദ അഭി ശുക്രനാൽ ശപിക്കപ്പെട്ടിട്ടും നിജ ദൈതയ തൻ്റെ പത്നിയായിട്ടുള്ള വിന്ധ്യാവല്യ, ആ വിന്ധ്യാവലിയോട്, വിന്ധ്യാവലി ഇത് ഇങ്ങനെ ഭഗവാൻ വന്നു യാചിച്ചു, ഞാൻ ഇതാ കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പതിവ്രതയായിട്ടുള്ള വിന്ധ്യാവലി തൻ്റെ ഭർത്താവിന് അനുകൂലയായിട്ട് ആ എന്താണോ കൊടുക്കേണ്ടത് അതിന് ഞാനിതാ കൂട്ടു നിൽക്കണു. ഇങ്ങനെ വിന്ധ്യാവലി ദത്തപാദ്യായ തുഭ്യം അവിടെ വെള്ളം കൊണ്ടുവന്നു.
വെള്ളം കൊണ്ടുവന്ന് തോയപൂർവം സകലം അഭി പ്രാർത്ഥയത് ചിത്രം ചിത്രം ഇങ്ങനെ എല്ലാം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വിന്ധ്യാവലിയും കൂടി, അതാണ് പാതിവ്രത്യത്തിൻ്റെ മഹത്വം. അത് കൊടുക്കാൻ നിശ്ചയിച്ചു. രണ്ടുപേരും കൂടിയിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. യാചതി ഏവം യതി സഹ ഭഗവാൻ പൂർണ്ണകാമഃ അസ്മി സഹ അഹം ദാസ്യാമി ഏവ സ്ഥിരം ഇതി വദൻ കാവ്യശബ്ദഃ അഭി ദൈത്യഃ വിന്ധ്യാവല്യ നിജ ദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലം അഭി സഹ പ്രാർപ്പയത് തോയപൂർവം. ഇത് പദച്ഛേദം. യാചത്യേവം യതി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോ വിദൈത്യ വിന്ധ്യാവല്യ നിജ ദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമഭി സ പ്രാർപ്പയൽ തോയപൂർവം. അപ്പം ഇങ്ങനെ ആ മഹാവിഷ്ണു തന്നെയാണ് എന്നോട് യാചിക്കാൻ വരുന്നത് എങ്കിൽ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനായിരിക്കുന്നു, അദ്ദേഹത്തിന് ഞാനിത് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് അചഞ്ചലമായിട്ട് പറയുന്നതായിട്ടുള്ള ഈ മഹാബലിയുടെ ശുക്രനാൽ ശപിക്കപ്പെട്ടിട്ടും ഇങ്ങനെയൊരു നിശ്ചയം ചെയ്തതായിട്ടുള്ള ഒരു വീര്യം കണ്ടിട്ട്, ആ ഒരു സത്യസന്ധത കണ്ടിട്ട്, അതേപോലെ ഭഗവാനോടുള്ള ഭക്തിഭാവം കണ്ടിട്ട്, അതേപോലെ തന്നെ ഭഗവാനോടുള്ള ഇത് ലോകത്തിന് മുഴുവൻ ഹിതമായിട്ടുള്ള ഒരു വിനയമാണ്. അപ്പോൾ ആ വിനയം കണ്ടു കഴിഞ്ഞപ്പോൾ പതിവ്രതയായിട്ടുള്ള പത്നിയും വിന്ധ്യാവലി അപ്പോൾ തന്നെ സ്വർണ്ണപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഈ ദാനത്തിന് വേണ്ടത് എന്താണോ അത് ചെയ്യാൻ ഒപ്പം കൂടി. ഇതും ഒരു അത്ഭുതം തന്നെ. എന്താണ് ഭഗവാന്റെ ലീലയാണതൊക്കെ. ഇനി 6ാമത്തെ ശ്ലോകം. നിസ്സന്ദേഹം ദിതി കുലപദൗ ത്വയി അശേഷാർപ്പണം തത് വ്യാതന്വാനെ മുമുചു ഋഷയഃ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈ അവൃഥത് അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ദിതി കുലപദൗ, ദിതിയുടെ കുലത്തിൽ ജനിച്ചിട്ട് ആ കുലത്തിൻ്റെ പതിയായിട്ട് മാറി മഹാബലി. ആ ബലി ഇപ്പം മഹാബലി ആയിട്ടില്ല കേട്ടോ. മഹാബലി ആവണത് ഇത് സർവ്വസാധാനം കൊടുത്തതിൻ്റെ ശേഷമാണ്. അതുവരെ ബലിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദിതികുല പതിയായിട്ടുള്ള ഈ ബലി നിസ്സന്ദേഹം ഒരു സംശയവും കൂടാതെ കണ്ട് ത്വയി അങ്ങയിൽ തത് അശേഷാർപ്പണം സർവം സമർപ്പണം ചെയ്യുക വ്യാതന്വാനെ ഇങ്ങനെ ഇത് തന്നെ ചെയ്തു. അങ്ങനെ ചെയ്തതായിട്ടുള്ള അവസരത്തിൽ വ്യാതന്വാനെ ഇങ്ങനെ ഒരു അത് വിന്യാസം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഈ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ന് സാരം. തത് അശേഷാർപ്പണം വ്യാതന്വാനെ ഇങ്ങനെ മുഴുവൻ സമർപ്പിച്ചു. അതാണ് തൻ്റെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് എന്ന് വെച്ചാൽ അത് മുഴുവനാണ് കൊടുത്തത്. പക്ഷെ അപ്പോൾ അത് അറിഞ്ഞിട്ടല്ല കൊടുത്തത്. അപ്പോൾ കൊടുത്തത് എങ്ങനെയാ? വെറും 3 അടി മണ്ണ. പക്ഷേ ഗുരു പറഞ്ഞു എൻ്റെ നിന്ന് മുഴുവൻ എടുക്കുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വിഷ്ണു ആണെങ്കിൽ ഞാൻ കൊടുക്കുക ചെയ്യും. പിന്നെ അതിലൊരു കാര്യം കൂടി പറയുന്നത്, മഹാബലി പറഞ്ഞു ഗുരുവിനോട്, ഇത് വിഷ്ണുവാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും എന്നിൽ നിന്ന് എടുക്കും. ഇത് വിഷ്ണു അല്ലെങ്കിൽ ബാക്കി ഏത് ദേവന്മാരായാലും ഞാൻ അവരെ തോൽപ്പിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ വധിക്കും. അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ ഇത് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും എന്നിൽ നിന്നും എടുക്കും എന്നുള്ള ഉറപ്പും, മറ്റേത് ദേവന്മാരെയും ജയിക്കാം എന്നുള്ള ഉറപ്പും, അത് ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസം ഗുരുവിന് സമ്മതമായി, വിഷ്ണുവിന് സമ്മതമായി. അതാണ്. പക്ഷെ ലോകത്തിന് അങ്ങനെ കാണിച്ചു കൊടുത്താൽ പോരാ, വേണ്ട രീതിയിൽ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ദാനം കൊടുത്തു. ഓം തൽസ 3 അടി മണ്ണാണ് ദാനം കൊടുത്തത്. തത് അശേഷാർപ്പണം വ്യാതന്വാനെ ഇങ്ങനെ അത് സമർപ്പണം കൊടുത്തു. ഓം തൽസ ദാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ സ അമരാഹ ഋഷയ പുഷ്പവർഷാം മുമുജു. ആ സമയത്ത് സ അമരാഹ അമരന്മാരോട് കൂടിയിട്ട്, എന്ന് വെച്ചാൽ എല്ലാ ദേവന്മാരും എന്നർത്ഥമാണ്. സാമരാഹ അമരന്മാരോട് കൂടിയിട്ട്, ദേവന്മാരോട് കൂടിയിട്ട് വെച്ചാൽ എല്ലാ ദേവന്മാരും ഒപ്പം. പിന്നെ ആരൊക്കെയാ? ഋഷയ ഋഷിമാര്, മുനിമാര്, ഭക്തന്മാര്, ഇവരൊക്കെ ആകാശത്ത് നിൽക്കാൻ പറ്റുന്നവരൊക്കെ. പുഷ്പവർഷം മുമുജു പുഷ്പവൃഷ്ടി ചെയ്തു. അപ്പോൾ ദേവന്മാർക്ക് ഇപ്പോൾ അവരുടെ കാര്യം സാധിച്ചു.
അതുകൊണ്ട് അവർ പാരിജാത പുഷ്പാദികൾ അവിടെ ധാരാളം പുഷ്പങ്ങളെ അതൊക്കെ വെച്ചാൽ മുഴുവൻ നിശ്ചയില്ല. എല്ലാ പുഷ്പങ്ങളെ കൊണ്ടും ഭഗവാനെ പുഷ്പങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഈ പൂമൂടലില്ലേ അങ്ങനെ അർച്ചനകളെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു. പുഷ്പാർച്ചന, പുഷ്പവൃഷ്ടി, മഴ പോലെ പെയ്ച്ചു. പുഷ്പവൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പോലെ പൂക്കളെ വർഷിക്കുക, അതാണ് പുഷ്പവർഷം മുമുജു. പിന്നെയോ വിശ്വഭാജാം പശ്യതാം, ഈ വിശ്വത്തിൽ എല്ലാവരും, ബ്രഹ്മാണ്ടത്തിലെ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ, പശ്യതാം വിശ്വഭാജാം പശ്യതാം, വിശ്വത്തിലുള്ള എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ, തവ ഇതം ദിവ്യം രൂപം ച, അങ്ങയുടെ ഈ അതിതേജസ് കൂടിയതായിട്ട് തേജോമയമായിട്ടുള്ള ഈ രൂപത്തെ, ഈ വാമനമൂർത്തിയെ, ഈ ഉപനിച്ചുണ്ണിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാണ്ഡഭാണ്ഡം അവധീകൃത്യ ഉച്ചൈഹി അവൃഥത്, ഈ ഉപനിച്ചുണ്ണി ഇങ്ങനെ ക്രമേണയായിട്ട് അങ്ങനെ വളരാൻ തുടങ്ങി. സെക്കൻഡുകൾ വെച്ചിട്ട് കിലോമീറ്ററുകളാണ് വളരണത്. സെക്കൻഡുകൾ വെച്ചിട്ട് കിലോമീറ്ററുകൾ വളർന്ന് ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചു. അപ്പോൾ ഇത്രയും കൂടുതൽ ഒന്നിച്ച് ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു ദിവ്യരൂപനായിട്ട് ഈ ഉണ്ണി മാറി. ഉപനിച്ചുണ്ണിയാണേ. വിശ്വാണ്ഡഭാണ്ഡ്, ഈ ബ്രഹ്മത്തിൻ്റെ അംശമാണ് ഈ ബ്രഹ്മാണ്ഡം. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ഒരു അണ്ഡമാണ്. ആ ബ്രഹ്മാണ്ഡം അത് എന്ത് ചെയ്തു? അതൊരു ഭാണ്ഡം. ബ്രഹ്മാണ്ഡം അതൊരു ഭാണ്ഡം. വിശ്വാണ്ഡം ഭാണ്ഡം. അപ്പം അതിൽ ചെറിയൊരു അത്രയേ ഉള്ളൂ. ഭഗവാനെ സംബന്ധിച്ച് വളരെ ചെറിയ ഒന്ന് അത്രയേ ഉള്ളൂ. അതിനെ അങ്ങനെ കണക്കാക്കിക്കൊണ്ട്, അതിനെ പരിധി വെച്ചുകൊണ്ട്, അവധീകൃത്യ അതിനാണ് പരിധി വെച്ചു. എന്നിട്ടോ ഉച്ചൈഹി അവൃഥത് വളർന്നു. അവൃഥം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു എന്ന് സാരം. അപ്പോൾ ഭഗവാന്റെ ഈ ശരീരത്തെ എല്ലാവരും നോക്കി ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ സ്വയമേവ അങ്ങോട്ട് വളർത്തി. അപ്പോൾ ആ സാന്നിധ്യം അപ്പോൾ അവിടെ ഉള്ളവർ മാത്രമല്ല കാണുന്നത്, ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും അതിനെ കണ്ടു എന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നേ കാണാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ചിലർക്ക് കൈ കാണാൻ പറ്റിയിട്ടുണ്ടാവും, ചിലർക്ക് കാല് കാണാൻ പറ്റിയിട്ടുണ്ടാവും, ചിലർക്ക് കണ്ണ് കാണാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം ഈ പാതാളം മുതൽ അങ്ങോട്ട് സത്യലോകം വരെ കിടക്കുകയാണ്, 14 ലോകങ്ങൾ. അതിലത്തെ എല്ലാവരും ഇതൊക്കെ കണ്ടു. എങ്ങനെയൊക്കെ കണ്ടു ചോദിക്കരുത്, ഓരോരുത്തർക്കും ഓരോന്ന്. ചിലപ്പോൾ രോമേ കാണാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഇത് അതാണ് വിശ്വരൂപൻ. വെരുക്കി കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ വിശ്വരൂപം അങ്ങനെയാണ്. ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. ഈ വിശ്വൻ, തൈജസൻ, അല്ലെങ്കിൽ ഈ ഭഗവാന്റേതായിട്ടുള്ള ഏറ്റവും സ്വയം പ്രകാശിത ഒരവസ്ഥയുണ്ടല്ലോ ഭഗവാന്. അപ്പോൾ വിരാട്ടായിട്ടും വിശ്വമായിട്ടും ഈ തേജോരൂപനായിട്ടുള്ള ഈ ഭഗവാൻ ബ്രഹ്മാണ്ടത്തിൻ്റെ പതിയുമാണ്. ബ്രഹ്മാണ്ടമായിട്ട്, അതായത് എന്താണോ സൃഷ്ടിച്ചത് അതായിട്ട് മാറിയിട്ടുണ്ട് ഭഗവാൻ. അതിലിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഭാവത്തിൽ. അപ്പോൾ ഈ വിശ്വമായിട്ട് അങ്ങോട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ അത് എല്ലാവരും കണ്ടു അനുഭവിച്ചു എന്ന് സാരം. അതാണ് മഹാബലി ഒരു സംശയവും കൂടാതെ കണ്ട് ഭഗവാനിൽ പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തോട് കൂടിയിട്ട് ഈ ഉപനിച്ചുണ്ണി യാചിച്ചതായിട്ടുള്ള 3 അടി മണ്ണ്, അത് ഞാൻ ഇതാ എൻ്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് ഇതാ തരുന്നു, ഓം തത്സൽ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, ഋഷിമാർ പുഷ്പവൃഷ്ടി ചെയ്തു. അവർ പിന്നെ സ്തുതി, വാദ്യഘോഷങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടിയിട്ടാണ് അങ്ങനെ ചെയ്തു. നൃത്തം, അപ്സരസ്സുകൾ നൃത്തം ചെയ്തു, ഗന്ധർവന്മാർ പാട്ടുപാടി. അങ്ങനെ എല്ലാവരും ഓരോരുത്തരും അവരവർക്ക് പറ്റുന്നതായിട്ടുള്ള എല്ലാ സേവനങ്ങളും ഭഗവാന് വേണ്ടിയിട്ട് ചെയ്തു, എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉപനിച്ചുണ്ണി, അതിതേജസ്വിയായിട്ടുള്ള ഈ ഉപനിച്ചുണ്ണി അങ്ങോട്ട് വളർന്നു. എത്രയാ വളർന്ന്? ഉച്ചൈഹി ഇങ്ങനെ വളർന്ന് ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചു. ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചത് എന്താണ് എന്ന് ഇനി അളക്കുമ്പോഴാണ് പറയാം. അത് തൃക്കാല് ആണ് ഭേദിച്ചത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എത്ര വളർന്നിട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഇത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൻ്റെ വളർച്ച എന്നല്ല ഇതിന് പറയേണ്ടത്. താൽക്കാലികമായിട്ട് ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടായത്, അതുകൊണ്ട് വളർന്നു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
അതിനെ അങ്ങോട്ട് കാണിച്ചു. അത് ബലിക്ക് യാചിക്കാതെ കണ്ട് മറ്റു വേറെ തപസ്സുകളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ഭഗവാൻ അത് കാണിച്ചു കൊടുത്തു എന്നതാ. അതാണ് ബലിയുടെ ഭാഗ്യം. നിസ്സന്ദേഹം ദിതികുലപദോ ത്വയി അശേഷ അർപ്പണം തത് വ്യാതന്വാനെ മുമുജു ഹൃഷയഃ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈ ആവൃഥത് അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയി അശേഷാർപ്പണം തത് വ്യാതന്വാനെ മുമുജുഹു ഋഷയഃ സ അമരഃ സാമരാः പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈഃ ആവൃഥത് അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം എന്ന് അതിൻ്റെ പദച്ഛേദം. ഇനി 7ാമത്തെ ശ്ലോകം. ത്വൽപാദാഗ്രം നിജപദഗതം പുണ്ഡരീകോത്ഭവോऽസൗ കുണ്ഠിതോയൈഃ ആസീജത പുനാദ്യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷ സുബഹു നനൃതേ ഖേചരൈരുത്സവേऽസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമചരജ്ജാംബവാൻ ഭക്തിശാലി അസൗ പുണ്ഡരീകോത്ഭവ. അപ്പോൾ ആ സമയത്ത് ഈ ഭഗവാന്റെ നാഭിയിലുണ്ടായതായിട്ടുള്ള പുണ്ഡരീകം താമരയാണ്. പുണ്ഡരീകാക്ഷൻ, പുണ്ഡരീകം താമര, ആ താമര കണ്ണുള്ളവൻ പുണ്ഡരീകാക്ഷൻ ഭഗവാൻ. ഇവിടെ ആ പുണ്ഡരീകത്തിൽ ഉത്ഭവിച്ചതായിട്ടുള്ള ഈ നാഭിയിലെ താമരയിൽ ഉണ്ടായതായിട്ടുള്ള ബ്രഹ്മാവ് പുണ്ഡരീകോത്ഭവ, അതിലുണ്ടായതായിട്ടുള്ള ഈ ബ്രഹ്മാവ് നിജപദഗതം, തൻ്റെ സത്യലോകത്തിൽ, നിജപദം എന്ന ബ്രഹ്മാവിൻ്റെ ഇരിക്കുന്ന സ്ഥാനമാണ് നിജപദം. അവിടെ ഗതം, അവിടെ എത്തിയതായിട്ടുള്ള തൻ്റെ സത്യലോകത്തിൽ എത്തിയതായിട്ടുള്ള ത്വത് പാദാഗ്രം, ഭഗവാന്റെ കാലടിയുടെ ഒരു അറ്റം. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, ഈ വാക്കിലൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കണം. ഭഗവാൻ തൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ആദ്യത്തെ വലത്തെ പാദമാണ് വെച്ചത്. ഈ വലത്തെ പാദം ഭൂമിയും അതിൻ്റെ അടിയുള്ള 7 ലോകങ്ങളും, അധോലോകങ്ങൾ 7 അളന്നെടുത്തു. ശരീരവും കയ്യും അന്തരീക്ഷം തൊട്ടുള്ളതൊക്കെ കൂടിയിട്ട് എടുത്തു. 2ാമത്തെ തൃപ്പാദം ഊർധ്വലോകങ്ങളെ 6 അത് മുകളിലേക്ക് ക്രമേണയായിട്ട് വയ്ക്കുകയാണ്. ആ വയ്ക്കണ സമയത്ത് ബ്രഹ്മാണ്ടം ഭേദിച്ചു ഭഗവാന്റെ ഇടത്തെ തള്ളവിരലിൻ്റെ നഖം. അപ്പോൾ ബ്രഹ്മാവ് സത്യലോകത്തിലിരുന്നിട്ട് ഇതെന്താ, അത് ഭഗവാന്റെ തൃപ്പാദല്ലേ ഈ വരണത്? കാരണം സദാസമയത്തും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക, തപസ് ചെയ്യാണ്. ശതധൃതിയായിട്ടുള്ള ബ്രഹ്മാവ് സദാസമയത്തും ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 കൂടി നടക്കും. നമുക്ക് 2 കൂടി നടക്കൽ കഴിയില്ല. നമ്മളെന്താ ചെയ്യാറും? നമ്മൾ കഷ്ണം നിറക്കുമ്പോൾ നാമം ജപിച്ചുകൊണ്ട് കഷ്ണം നിറക്കും. എല്ലാ പണികളും നമ്മൾ ചെയ്യും, പക്ഷെ അത് തപസ്സായിട്ടല്ല. ഇവിടെ ബ്രഹ്മാവിന് കണ്ണടച്ച് തപസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. സൃഷ്ടി അങ്ങനെയാണ്, നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണു. ബ്രഹ്മാവ് അത് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഈ കാല് വരിക, ഈ കാല് വരുന്നുണ്ടപ്പോൾ തൻ്റെ ഉള്ളിലുള്ള കാലാണ് ഇതൊക്കെ കാണുന്നത്. ഇത് ഭഗവാന്റെ കാലല്ലേ, വേഗം ഭഗവാനെ കണ്ടാൽ എന്താ ചെയ്യുക? ആദ്യം കാല് കഴുകുക, സ്വീകരിക്കുക, ഇരുത്തുക, പൂജിക്കുക, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പം അതെല്ലാം ബ്രഹ്മാവ് വളരെ പെട്ടെന്ന് ചെയ്തു. തൻ്റെ കമണ്ഡലൂലെ ജലമെടുത്ത് ആ തൃപ്പാദത്തെ കഴുകിയതാണ്. അപ്പോൾ അവിടെ ഈ ബ്രഹ്മാവ് നിജപദഗതം ത്വൽപാദാഗ്രം ആ സമയത്ത് അവിടെ എത്തി. പാദം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുണ്ടി തോയൈഹി കമണ്ഡലു. കമണ്ഡലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ടി. കിണ്ടിക്ക് മുരലുണ്ട്, കമണ്ഡലുവിന് മുരലില്ല, വള്ളിയുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ കമണ്ഡലുവിലെ ഈ ജലം കൊണ്ട് ആസ്തിച്ചത് നന്നായിട്ട് കഴുകി. ആ തൃപ്പാദത്തെ സ്വന്തം കമണ്ഡലുവിലെ ജലമെടുത്ത് കഴുകി. യത് ജലം, ഈ ജലമാവട്ടെ പാദതീർത്ഥം, അത് പാദതീർത്ഥമായിട്ട് മാറിയല്ലോ. വിശ്വലോകാൻ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്ഥലത്തേക്കും, ഈ വിശ്വത്തിലുള്ള ഏത് ലോകമായാലും 14 ലോകത്തിലേക്കും ഈ തീർത്ഥജലം ആ പുനാത്, അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊന്നും ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ശുദ്ധീകരിച്ചു. അതാണ് ആ പുനാത്, പൂതമാക്കി തീർത്തു. ഇനി ശുദ്ധീകരിക്കേണ്ട ആ രീതിയിൽ ഈ ഭഗവാന്റെ പാദതീർത്ഥം 14 ലോകങ്ങളിലേക്കും അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ഗംഗയായിട്ട്.
ഖേചരൈഹി. അപ്പൊ ഈ ആകാശചാരികളായിട്ടുള്ള ദേവന്മാരായാലും അതേപോലെ അസുരന്മാരായാലും അവരൊക്കെ ആകാശത്ത് സഞ്ചരിക്കും. എല്ലാവരും ഒരേപോലെ ഹർഷോത്കർഷാത്, എത്രത്തോളം ഉത്കർഷം ഈ ആനന്ദത്തിനുണ്ടായി, മനസ്സിന്റെ സന്തോഷം ആഹ്ലാദത്തിന് എത്രത്തോളം ഉയർച്ചയുണ്ടായി, അത് പറയാൻ നിർത്തിയില്ല. ഈ ആകാശചാരികൾ മുഴുവൻ വെച്ചാൽ ഊർധ്വലോകത്തിലെല്ലാവരും, അന്തരീക്ഷത്തിലായാലും വേണ്ടില്ല, സ്വർഗത്തിലായാലും വേണ്ടില്ല, മഹർലോകത്തിലായാലും ജനലോകത്തിലായാലും തപോലോകത്തിലായാലും സത്യലോകത്തിലായാലും എല്ലാവരും ഒരേപോലെ സന്തോഷം കൊണ്ട് ഈ മുനിമാര്, ഋഷിമാര്, ഭക്തന്മാര്, ദേവന്മാരെല്ലാവരും അത്രയും സന്തോഷിച്ചു. വളരെയധികം നൃത്തം വെച്ചു. അപ്സരസ്സുകൾ അവരൊക്കെ നൃത്തം വെച്ചു. ഭക്തിശാലി ജാമ്പവാൻ, അപ്പോൾ നല്ല ഭക്തനായിട്ടുള്ള ഈ ജാമ്പവാൻ തൻ്റെ തസ്മിൻ ഉത്സവേ, ആ ഉത്സവത്തിൽ ഭേരീം നിഘ്നൻ, പെരുമ്പറ കൊട്ടിക്കൊണ്ട് വലിയ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അപ്പോൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ അറിയിക്കണത്? ഇതാ എൻ്റെ സ്വാമി ഈ 14 ലോകങ്ങളെയും സ്വന്തമാക്കിയിരിക്കുന്നു, അളന്നെടുത്തിരിക്കുന്നു. 2 തൃപ്പാദങ്ങളെ കൊണ്ടാണ് അളന്നെടുത്തത്. 2 തൃപ്പാദങ്ങളെ കൊണ്ട് അളന്നെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ബാക്കി ഒന്നുമില്ല എന്ന് തന്നെയാണ്. താനും തൻ്റേതും മുഴുവൻ എന്ന അർത്ഥത്തിലാണ് വരിക. ഈ 2 തൃപ്പാദം എന്നുള്ളത് താനും തൻ്റേതും എന്നുള്ളതാണ് സ്വതേ വരിക. അപ്പോൾ ഇതെല്ലാം തൻ്റേതാക്കി തീർത്തു. അപ്പോൾ ഇനി ബലി മാത്രമേ അവിടെ ബാക്കി ഉള്ളൂ. എന്തുകൊണ്ട് ബലി മാത്രം ബാക്കിയായി എന്നുള്ളത്, ആ സമയത്ത് ബലി മാറി നിൽക്കുകയാണല്ലോ. ഞാനും എൻ്റെ ഭഗവാനും എന്ന നിലയ്ക്ക് മാറി നിൽക്കുക. ഇതാ ബലി കണ്ടോളൂ, നീ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഇതാ എൻ്റെ ആയി തീർന്നു. സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ അതിൽ പെടുമല്ലോ. ഇങ്ങനെ കാല് വയ്ക്കുമ്പോൾ മറ്റേ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാവും? സസ്യജാലങ്ങൾ ഉണ്ടാവില്ലേ, ജീവജാലങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അവരൊക്കെ ഈ ഭഗവാന്റെ തൃപ്പാദത്തിൻ്റെ അടിയിൽ പെട്ടുന്ന മരിച്ചു പോവും? മരിച്ചു പോവില്ല. എന്താ കാരണം? അതങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ മഞ്ഞ്, കട്ടിയല്ലാത്തതായിട്ടുള്ളൊരു മഞ്ഞ്, ഇപ്പം നമ്മുടെയൊക്കെ ഈ കേരളത്തിലെ കാലാവസ്ഥയ്ക്കുള്ള മഞ്ഞ് അങ്ങോട്ട് വന്ന് വീണു എന്ന് കൂട്ടുക. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒരു തണുപ്പ് വരും, അത്രയേ ഉള്ളൂ. ആ ഭഗവാന്റെ ഈ കാല് വന്നു കഴിഞ്ഞപ്പോൾ ഈ ശീതള അനുഭവം, ഒരു തണുപ്പ്, എല്ലാ താപങ്ങളെയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർത്തു. ആരും മരിച്ചു പോയാലുണ്ടായത്, എല്ലാവരും സന്തോഷിക്കാണ്ടായത്. ഈ സന്തോഷത്തിൻ്റെ അതിൻ്റെ ഒരു പരിധി അത് കാണാൻ വയ്യ, അത്രയും കൂടുതൽ സന്തോഷമാണ്. അതാണ്. അപ്പോൾ ബലി അപ്പോഴും അതായിട്ടില്ല. ബലിക്ക് ഇത് കൂടി കിട്ടാനുണ്ട്, ഏത് ഒരു അനുഗ്രഹം കൂടി കിട്ടാനുണ്ട്. അത് കിട്ടിയാലേ ഈ ശീതളിമ കിട്ടുള്ളൂ. അതാണ്. പക്ഷേ ബലി ആദ്യം സ്വീകരിച്ചു. പാദതീർത്ഥം സ്വീകരിച്ചതോട് കൂടിയിട്ട് ബലി ഇപ്പോൾ തണുത്തിരിക്കുകയാണ്, അത് വേറെ വിഷയം. എങ്കിലും കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട്, ലോകത്തെ മുഴുവൻ അറിയിക്കണ്ടേ, അതിന് പെരുമ്പറ കൊട്ടിയിട്ട് ജാമ്പവാൻ ഇത് ചെയ്തു. അത് ആ ഉത്സവത്തിൽ ഭക്തിശാലി ജാമ്പവാൻ തസ്മിൻ ഉത്സവേ ഭേരീം നിഘ്നൻ. അപ്പോൾ ഈ ഉത്സവത്തിൽ ജാമ്പവാൻ ഇങ്ങനെ കൊട്ടി അറിയിച്ചു. ഭുവനം അചരത്, ഈ ലോകത്തെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഇതാ ഈ ബ്രഹ്മാണ്ടം ത്രിവിക്രമ ബ്രഹ്മാണ്ടം എന്ന് ഇനി അറിയപ്പെടും. ദേവലോകത്തിലല്ല, ഗോലോകത്തിലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അവിടെ ചെന്നപ്പോൾ പാറാവുകാർ തടുത്തു. എവിടുന്നാ വരണേ ചോദിച്ചു. അല്ല, ഞങ്ങളെ മനസ്സിലായില്ലേ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ്. ഓ ആയിക്കോട്ടെ, എന്തേ പോകുന്നത്, എവിടുന്നാ വരണേ ചോദിച്ചു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എവിടുന്നാ വരണമെന്നുള്ളത് അങ്ങനെ അവർ ഇതുവരെ കേട്ടിട്ടില്ല. ഞങ്ങൾ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് വരുന്നു. അതല്ല, ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവർക്ക് അറിയില്ല പറയാം, 3 ആൾക്കും. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ഇങ്ങനെ പണ്ട് വാമനൻ വലുതായിട്ട് ഇങ്ങനെ എല്ലാം ത്രിവിക്രമനായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു, അളന്നെടുത്തിട്ടുണ്ട് ബലിയിൽ നിന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതുകൊണ്ട് ആദ്യം പറയണ്ടേ, നിങ്ങളുടെ ത്രിവിക്രമ ബ്രഹ്മാണ്ടത്തിനാണ് വരണത്. സ്വന്തം ബ്രഹ്മാണ്ടം ഏതാണെന്നറിയാത്ത ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് എന്ന് അവിടെ ഈ പാറാവുകാര് അത്ഭുതം കൂറി. ഗോലോകത്തിലെ ഗർഗഭാഗവതത്തിലുള്ളതാ. അപ്പോൾ ഇവിടെ ഈ മുഴുവൻ ബ്രഹ്മാണ്ടം മുഴുവൻ ഭഗവാന്റേതാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ഈ ജാമ്പവാൻ അറിയിക്കുകയാണ്, കൊട്ടി അറിയിക്കുക. അസോ പുണ്ടരീകോത്ഭവ നിജപദഗതം ത്വൽ പാദാഗ്രം കുണ്ടീതോയൈഃ ആസിച്ചത് യജ്ജലം വിശ്വലോകാൻ അപുനാത് ഖേചരൈഃ ഹർഷോത്കർഷാത്
സുബഹു നനൃതേ ഭക്തിശാലി ജാമ്പവാൻ തസ്മിൻ ഉത്സവേ ഭേരിം നിഘ്നൻ ഭുവനം ആചരത്. അന്വയം. അപ്പം ഇങ്ങനെയുള്ള ഈ ബ്രഹ്മാവ് തൻ്റെ സത്യലോകത്തിൽ ഭഗവാന്റെ ഈ തൃപ്പാദത്തിൻ്റെ ഒരു അറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ ആ കമണ്ഡലുവിലെ ജലമെടുത്തുകൊണ്ട് നന്നായിട്ട് പാദം കഴുകി ഭക്തിയോട് കൂടിയിട്ട് പൂജ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആ പാദതീർത്ഥം ഈ ബ്രഹ്മാണ്ടത്തിലെ 14 ലോകങ്ങളിലേക്കും ചെന്നു. അത് മുഴുവൻ ഇനി പുത്തനാക്കണ്ട, അങ്ങനെ പുത്തനാക്കി. അങ്ങനെയുള്ള ആ രംഗത്തെ എല്ലാ ആകാശചാരികളും മുഴുവൻ സ്വീകരിച്ചു. വെച്ചാൽ ദേവന്മാർ അസുരന്മാർ തൊട്ടുള്ള എല്ലാവരും സ്വീകരിച്ചു. അസുരന്മാർ താഴെയാണ് പണ്ട് കാര്യം, അവർക്ക് മുകളിലേക്ക് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരെല്ലാവരും സ്വീകരിച്ചു. കാരണം 8 തരത്തിൽപ്പെട്ട ദേവന്മാരിൽ ഒരു വിഭാഗമാണ് അസുരന്മാർ. ദേവന്മാരെ ഉപദേവന്മാരെ തൊട്ടുള്ള എല്ലാവരും സന്തോഷം കൊണ്ട് വളരെയധികം കൊട്ട്, പാട്ട്, നൃത്തം എല്ലാം ഘോഷമായിട്ട് തന്നെ ചെയ്തു. മാത്രമല്ല അത് ഈ വേദസൂക്താധികാരങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ എല്ലാവരും ചെയ്തു. ഋഷികൾ അതൊക്കെ ചെയ്തു, ബ്രാഹ്മണരൊക്കെ ചെയ്തു. അപ്പോൾ ഈ കാര്യം ഇതൊരു ഉത്സവമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ പരമഭക്തനായിട്ടുള്ള ജാമ്പവാൻ ഈ വിഷയത്തെ എല്ലാവരെയും അറിയിക്കുവാൻ വേണ്ടിയിട്ട് പെരുമ്പറ കൊട്ടിക്കൊണ്ട് 14 ലോകത്തും സഞ്ചരിച്ചു. ഇത് ഈ ത്രിവിക്രമ ബ്രഹ്മാണ്ടം എന്ന് ഇനി അറിയപ്പെടും. കാരണം ഇതെല്ലാം ഉടമസ്ഥൻ ഭഗവാനായിരിക്കുന്നു എന്ന് കൊട്ടി അറിയിച്ചു. ത്വൽപാദാഗ്രം നിജപദഗതം പുണ്ടരീകോത്ഭവോസൗ കുണ്ഠിതോയൈഃ ആസിജത പുനാദ്യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാൽ സുബഹു നനൃതേ ഖേചരൈരുത്സവേസ്മിൻ ഭേരിം നിഘ്നൻ ഭുവനമചരജാമ്പവാൻ ഭക്തിശാലി. ഇനി 8ാമത്തെ ശ്ലോകം. താവദ്ദൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധാ ദേവോപേതൈഃ ഭവദനുചരൈഃ സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാൽ പ്രാഗ്ജിതാ സ്മ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേഥ പാതാളമാവൂ. ആ സമയത്ത് ഈ മഹാബലിയുടെ കൂട്ടുകാർ അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരെ തടുത്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രകാരം പറഞ്ഞു. ഈ ഭഗവാനെ ഇങ്ങനെ ദാനം കൊണ്ട് സന്തോഷിപ്പിച്ചു എന്ന ആ ഭാവത്തെ മറ്റുള്ള എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ബലിയോട് പ്രത്യേകിച്ച് ആരുമൊന്നും പറയാതെ കണ്ട് തന്നെ ബലി അസുരന്മാരോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യേണ്ട എന്ന്. ഇപ്പോൾ ഇത് 8ാമത്തെ 8, 9, 10 3 ശ്ലോകം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അത് അടുത്തതിൽ വിസ്തരിച്ച് പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.